RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ ADGP MR അജിത് കുമാറിനെതിരെ എന്ത് നടപടിയുണ്ടാകും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഇപ്പോൾ ക്ലിഫ് ഹൗസിൽ തിരക്കിട്ട കൂടിയാലോചനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും പ്രൈവറ്റ് സെക്രട്ടറിയും ഒപ്പം CM രവീന്ദ്രനും അടക്കമുള്ളവർ ഇപ്പോൾ തന്നെ ക്ലിഫ് ഹൗസിൽ ഉണ്ട്. ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ, ചർച്ചകളൊക്കെ അവിടെ തുടരുന്നു. DGP അല്പസമയത്തിനകം മുഖ്യമന്ത്രിയെ കാണുന്നതിന് വേണ്ടി ക്ലിഫ് ഹൗസിലേക്ക് എത്തും. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ഷഫീദ്, DGP ഉടൻ എത്തുമല്ലോ. എന്തൊക്കെ ചർച്ചകളാണ് ഇപ്പോൾ ക്ലിഫ് ഹൗസിൽ പുരോഗമിക്കുന്നത് ഷഫീദ്? ഉന്മേഷ, തിരക്കിട്ട ചർച്ചകൾ ക്ലിഫ് ഹൗസിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രധാനികളെല്ലാം ഇപ്പോൾ ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ആൾക്കാർ അടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്. പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി, അതേപോലെ തന്നെ CM രവീന്ദ്രൻ, KK രാഗേഷ് ഉൾപ്പെടെയുള്ളവർ ഏതാണ്ട് 10:15 ഇവിടേക്ക് എത്തിയത്. ശേഷം കഴിഞ്ഞ കുറച്ച് നേരമായി അവർ ചർച്ച നടത്തുകയാണ്. വളരെ പ്രധാനപ്പെട്ട തീരുമാനം അതിന്ന് വൈകുന്നേരത്തോടുകൂടി വരും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഇന്നലെയാണ് DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ മുഖ്യമന്ത്രിക്ക് ADGP MR അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണത്തിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചത്. ആ റിപ്പോർട്ടിൽ അവസാനം മയപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പ്രത്യേകിച്ച് കടുത്ത നടപടിയിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ അത് റിപ്പോർട്ടിൽ നിന്ന് അവസാന നിമിഷം ഒഴിവാക്കി എന്നുള്ള വിവരങ്ങളടക്കം പുറത്തു വരികയും ചെയ്തിരുന്നു. ഏതായാലും നടപടിയിൽ വിട്ടുവീഴ്ചയില്ല. ADGP MR അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടായേക്കും. ക്രമസമാധാന ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റുമെന്നുള്ള കാര്യം അത് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യം, അത് ഈ റിപ്പോർട്ട് കിട്ടിയ ശേഷം റിപ്പോർട്ടിൽ വീഴ്ചയുണ്ടെങ്കിൽ നടപടി എന്നുള്ളതാണ്. CPI സമ്മർദ്ദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി CPM-ന് മുകളിലുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ക്ലിഫ് ഹൗസിലെ പ്രധാനപ്പെട്ട വഴിയാണ്. അല്പസമയത്തിനുള്ളിൽ DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് നേരിട്ട് ക്ലിഫ് ഹൗസിലെത്തി മുഖ്യമന്ത്രിയെ കാണും. നിലവിൽ ഇപ്പോൾ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന വിഷയങ്ങൾ അതല്ലെങ്കിൽ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് മുഖ്യമന്ത്രിയെ നേരിൽ ധരിപ്പിക്കുകയാണ് ലക്ഷ്യം വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് മുന്നോടിയായിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രധാനികൾ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ക്രമസമാധാന ചുമതലയിൽ നിന്ന് MR അജിത് കുമാറിനെ നീക്കിയാൽ പകരം മറ്റ് നടപടികൾ ഉണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ആകാംക്ഷയാണ്. അങ്ങനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് MR അജിത് കുമാറിനെ മാറ്റിയാൽ ഒരു പക്ഷേ പകരം സാധ്യത അത് നിലവിൽ ഇപ്പോൾ ജയിൽ മേധാവിയായിട്ടുള്ള ബൽറാം കുമാർ ഉപാധ്യായയ്ക്കായിരിക്കും. അങ്ങനെയെങ്കിൽ MR അജിത് കുമാറിനെ ജയിൽ മേധാവിയാക്കി മാറ്റാനും ഒരു തീരുമാനമുണ്ടാകും. ഈ റിപ്പോർട്ടിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ച കാര്യം RSS നേതാക്കളുമായി ADGP MR അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയതിൽ ചില വീഴ്ചകൾ ഉണ്ട് എന്നുള്ളതായിരുന്നു. അതിലും ഏറ്റവും പ്രധാനം അക്കാര്യത്തിലെ വീഴ്ച സംബന്ധിച്ച വീഴ്ചയുണ്ടായി എന്നുള്ള കാര്യം അത് കൃത്യമായി തന്നെ റിപ്പോർട്ടിൽ DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് പരാമർശിച്ചിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ദത്താത്രേയ ഹൊസബല്ലെ, അതേപോലെ തന്നെ റാം മാധവ് ഇവരുമായിട്ടായിരുന്നു ADGP കൂടിക്കാഴ്ച നടത്തിയത്. ഇതിൽ ADGPയുടെ വിശദീകരണം അതൊരു സ്വകാര്യ സന്ദർശനം ആണ് എന്നുള്ളതാണ്. എല്ലാ പാർട്ടികളുടെയും നേതാക്കളെ വ്യക്തിപരമായി പരിചയപ്പെടുന്നത് തന്റെ പതിവാണെന്നും RSS നേതാക്കളെ വെറും 5 മിനിറ്റാണ് കണ്ടതെന്നും DGPക്ക് MR അജിത് കുമാർ മൊഴി നൽകിയിരുന്നു. ഇന്ത്യ ടുഡേയുടെ കോൺക്ലേവിലാണ് റാം മാധവനെ കണ്ടതെന്നും ഹൊസബല്ലയെ സുഹൃത്ത് ജയകുമാറിനൊപ്പമാണ് കണ്ടതെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ മൊഴി. മാത്രമല്ല, കൂടിക്കാഴ്ചകളുടെ ലക്ഷ്യം പരിചയപ്പെടൽ മാത്രമെന്നും നേരത്തെ രാഹുൽ ഗാന്ധിയെയും വ്യക്തിപരമായി പരിചയപ്പെട്ടിരുന്നുവെന്ന ഉദാഹരണവും ചൂണ്ടിക്കാണിച്ചായിരുന്നു അജിത്ത് തന്റെ ഭാഗം വിശദീകരിച്ചതെങ്കിലും DGP അത് മുഖവിലക്കെടുത്തില്ല. വിശദീകരണം DGP തള്ളി. പ്രത്യേകിച്ച് RSS നേതാക്കൾ മൊഴി നൽകിയില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ കൂടിക്കാഴ്ചയിൽ വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് പ്രധാനമായും ആ റിപ്പോർട്ടിൽ DGP മാർക്ക് ചെയ്ത കാര്യം. ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്യുകയും പെരുമാറ്റച്ചട്ടം ലംഘിക്കുകയും ചെയ്തതിനാൽ ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP MR അജിത് കുമാറിനെ മാറ്റിയൊരു തീരുമാനം അത് സംസ്ഥാന സർക്കാർ ഒരു പക്ഷേ ഇന്ന് വൈകുന്നേരത്തോടു കൂടി എടുക്കും. നാളെ നിയമസഭാ സമ്മേളനം പുനരാരംഭിക്കും. നിയമസഭയിൽ പ്രതിപക്ഷം ഇതടക്കം രാഷ്ട്രീയ ആയുധമാക്കി ഉയർത്തും. ഒരുപക്ഷെ നാളെ അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം ഉന്നയിക്കുക മലപ്പുറം പരാമർശമാണെങ്കിൽ കൂടി അത് ക്രമസമാധാന ചുമതലയുള്ള ADGP എന്ന പദവിയിൽ ഇരുന്നുകൊണ്ട് MR അജിത് കുമാർ നടത്തിയ ചില കാര്യങ്ങൾ അത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ RSS ബന്ധം എന്ന രീതിയിലേക്ക് അത് കൂട്ടിക്കെട്ടുക എന്നുള്ളതായിരിക്കും പ്രതിപക്ഷം പ്രധാനമായും നിയമസഭയിൽ ലക്ഷ്യം വെക്കുന്ന കാര്യം. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കുക ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പ്രതിരോധം അത് ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കി അതിനുള്ള മറുപടി നിയമസഭയിൽ കൊടുക്കുക എന്നുള്ളതായിരിക്കും സർക്കാർ ലക്ഷ്യം വെക്കുന്ന കാര്യം. അതിനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ഈ കൂടിക്കാഴ്ചയിലൂടെ അല്ലെങ്കിൽ തിരക്കിട്ട കൂടിക്കാഴ്ചയിലൂടുകൂടി ക്ലിഫ് ഹൗസിൽ നടക്കുന്നത്. പലതരത്തിലുള്ള സംരക്ഷണം ADGP MR അജിത് കുമാറിന് മുഖ്യമന്ത്രി ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ക്ലിഫ് ഹൗസിൽ ഇപ്പോൾ തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി, പ്രൈവറ്റ് സെക്രട്ടറി KK രാഗേഷ്, CM രവീന്ദ്രൻ ഇവർ 3 പേരും ഇതിനോടകം ക്ലിഫ് ഹൗസിൽ എത്തിയിട്ടുണ്ട്. DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് അല്പസമയത്തിനകം മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലേക്ക് എത്തിച്ചേരും.
ADGPക്ക് എതിരായി എന്ത് നടപടി ഉണ്ടാകും എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ADGPക്കെതിരായ ആരോപണങ്ങളിൽ DGP ആ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ മുഖ്യമന്ത്രിയിലേക്ക് ഇതിനോടകം എത്തിയിട്ടുണ്ട്. അതിലെ വിവരങ്ങൾ നേരിട്ട് ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് DGP ക്ലിഫ് ഹൗസിലേക്ക് എത്താനിരിക്കുന്നത്. അല്പസമയത്തിനകം DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് ക്ലിഫ് ഹൗസിലെത്തും, മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെത്തും. നേരിട്ട് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മുഖ്യമന്ത്രിയെ ധരിപ്പിക്കുമെന്നാണ് അറിയാനുള്ളത്. ഇനിയും എപ്പോൾ ഒരു നടപടി ഉണ്ടാകും എന്നുള്ളത് വ്യക്തമാകേണ്ടതുണ്ട്. നാളെ നിയമസഭാ സമ്മേളനം ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട്. ആദ്യ ദിവസം സഭ ചേർന്നെങ്കിലും ചർച്ചകളിലേക്ക് സഭ കടന്നിരുന്നില്ല. പക്ഷേ നാളെ നിയമസഭാ സമ്മേളനം ആരംഭിക്കുമ്പോൾ പ്രതിപക്ഷം ഉറപ്പായും സർക്കാരിനെ, ഭരണപക്ഷത്തെ സമ്മർദ്ദത്തിലാക്കാൻ ഉപയോഗിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന് ഇതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു നടപടി പ്രതീക്ഷിക്കുന്നുണ്ട്. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്, ക്ലിഫ് ഹൗസിന് സമീപത്തു നിന്നും. ഷഫീദ്, ഈ നാളെ നിയമസഭാ സമ്മേളനം ആരംഭിക്കാൻ പോകുന്നു. ശക്തമായ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നതിൽ തർക്കമില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ നമ്മളൊരു നടപടി പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പോഴും ഈ സർക്കാരിന്റെ ഒരു മെല്ലപ്പോക്കെന്നോ അല്ലെങ്കിൽ ഒരു സംരക്ഷിത സ്വഭാവത്തിലുള്ള നടപടിയെന്നോ ഒക്കെ വിശേഷിപ്പിക്കാവുന്ന ചിലതൊക്കെ ഇതിനോടകം തന്നെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടല്ലോ ഷഫീദ്. ഉന്മേഷ, ഈ ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP MR അജിത്കുമാറിനെ മാറ്റുന്നത് പോലും അത് മുഖ്യമന്ത്രി അക്കാര്യത്തിൽ അദ്ദേഹത്തെ കൈവിട്ടു എന്നുള്ള സൂചന നൽകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അത് റിപ്പോർട്ട് വന്നതിന് ശേഷം തെറ്റുകാരനെങ്കിൽ നടപടി എന്നതിനപ്പുറത്തേക്ക് DGP തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇപ്പോൾ അവർ DGP മുഖ്യമന്ത്രിക്ക് കൈമാറിയിരിക്കുന്ന റിപ്പോർട്ടിൽ ADGPക്ക് വീഴ്ച സംഭവിച്ചു എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ ഒരു പൊളിറ്റീഷ്യൻ ഒരു വാർത്താ സമ്മേളനത്തിൽ ആ രീതിയിൽ ഒരു പരാമർശം നടത്തണമെങ്കിൽ സ്വാഭാവികമായും അത് അദ്ദേഹം MR അജിത്കുമാർ കൈവിടുന്നു അല്ലെങ്കിൽ കൈവിട്ടു എന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നതാണ്. ഇപ്പോൾ ക്ലിഫ് ഹൗസിൽ നമുക്ക് കാണാൻ സാധിക്കും പ്രധാനപ്പെട്ട ആളുകൾ ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരു പക്ഷേ പുറത്തേക്ക് വരുന്നതായിരിക്കാം. ഈ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഇവിടെ ഉണ്ടായിരുന്നു. അതായത് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താനായി ഇവിടെ എത്തിയിരുന്നു. ഇപ്പോൾ KK രാഗേഷ് ആണ് പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷഫീദ് റാവുത്തറാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ക്ലിഫ് ഹൗസിന് സമീപത്ത് നിന്ന്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി KK രാഗേഷ് അവിടെ നിന്ന് മടങ്ങുന്നു എന്നാണ് ഷഫീദ് റാവുത്തർ റിപ്പോർട്ട് ചെയ്യുന്നത്. DGP അല്പസമയത്തിനകം ക്ലിഫ് ഹൗസിലേക്ക് എത്തും എന്നാണ് വിവരം. തിരക്കിട്ട കൂടിയാലോചനകൾ ക്ലിഫ് ഹൗസിൽ നടന്നിരുന്നു. ഇപ്പോൾ KK രാഗേഷ്, മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി, കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ക്ലിഫ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട്. ഇത് DGPയുടെ വരവാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് വൈകിട്ടോടെ ഒരു തീരുമാനമുണ്ടായേക്കും ഈ അന്വേഷണ റിപ്പോർട്ടിന്മേൽ എന്ന് ഏറെക്കുറെ വ്യക്തത വന്നിട്ടുണ്ട്. ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP MR അജിത്കുമാറിനെ മാറ്റാനുള്ള സാധ്യതയാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. നാളെ നിയമസഭാ സമ്മേളനം കൂടി ആരംഭിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇത് വലിയ വിഷയമാക്കി പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരും. നാളെ സഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ പ്രതിഷേധങ്ങൾ ഉയർന്നു വരും. അത്തരമൊരു പശ്ചാത്തലത്തിൽ പറഞ്ഞു നിൽക്കുന്നതിന് വേണ്ടി സർക്കാർ ഇന്ന് ADGPക്കെതിരായ ഒരു നടപടി കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്ന പ്രതീക്ഷയുണ്ട്. ഷഫീദ് റാവുത്തർ തുടരുന്നുണ്ട്. ഷഫീദ്, KK രാഗേഷ് ആണോ പുറത്തേക്ക് പോയത്? ഉന്മേഷ, അങ്ങനെ വേണം മനസ്സിലാക്കാൻ. കാരണം അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വിവരം. രാവിലെ 10 മണി കഴിഞ്ഞതോടുകൂടിയാണ് ക്ലിഫ് ഹൗസിലേക്ക് ഇവർ എത്തിയത്. അതായത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി, CM രവീന്ദ്രൻ, KK രാഗേഷ് ഉൾപ്പെടെയുള്ളവർ എത്തിയതിൽ KK രാഗേഷ് പുറത്തേക്ക് പോയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. അകത്ത് കൂടിക്കാഴ്ച പുരോഗമിക്കുന്നുണ്ട്. ഇന്ന് വൈകുന്നേരത്തേക്കുള്ള ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ സ്വാഭാവികമായും നിയമസഭയിൽ സർക്കാരിന് വലിയ രീതിയിലുള്ള തലവേദനയായി മാറുകയും ചെയ്യും. അല്പസമയം മുൻപ് നമ്മളോട് പ്രതികരിച്ച് ഈ വിഷയത്തിൽ മുൻപ് പ്രതികരിക്കാനില്ല എന്ന് പറഞ്ഞ പന്ന്യൻ രവീന്ദ്രൻ തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ ഒരു സൂചനയുണ്ട്. CPI ഏത് വിധത്തിലാണ് അക്കാര്യത്തിൽ സമ്മർദ്ദം ചെലുത്തുക എന്നുള്ളത്. സസ്പെൻഷൻ എന്നുള്ള കാര്യം CPI ആവശ്യപ്പെട്ടില്ലെന്നും അതേസമയം ക്രമസമാധാന ചുമതലയിൽ തുടരാൻ ADGPക്ക് ഇനി അർഹതയില്ല എന്നടക്കമുള്ള പ്രതികരണമാണ് പന്ന്യൻ രവീന്ദ്രൻ നടത്തിയത്. ഈ LDF യോഗത്തിലും അതേപോലെ തന്നെ മന്ത്രിസഭാ യോഗത്തിലുമൊക്കെ മുഖ്യമന്ത്രി MR അജിത്കുമാറിനെ സംരക്ഷിക്കാനെടുത്ത നിലപാട് DGPയുടെ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, ആ റിപ്പോർട്ട് വന്നതിന് ശേഷം നടപടി എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും റിപ്പോർട്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ കോർട്ടിലുണ്ട്. ഇനി ആ കോർട്ടിൽ മുഖ്യമന്ത്രി പന്തടിച്ച് ADGPയുടെ സ്ഥാനം തെറിപ്പിക്കുമോ എന്നുള്ളത് മാത്രമാണ് നമുക്ക് അറിയേണ്ട ഒരു കാര്യം. ആ റിപ്പോർട്ടിൽ വളരെ ഗൗരവമുള്ള പരാമർശം അത് DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് നടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ADGP MR അജിത്കുമാർ RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അദ്ദേഹത്തിന്റെ വിശദീകരണമാണ് DGP തള്ളിയത്. മാത്രമല്ല ആ വിശദീകരണത്തിന്റെ സ്വഭാവത്തിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും ഇപ്പോൾ ക്ലിഫ് ഹൗസിനുള്ളിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നു. DGP കൂടി എത്തിക്കഴിഞ്ഞാൽ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് മുഖ്യമന്ത്രിയോട് നേരിട്ട് ധരിപ്പിക്കും. അതിനുശേഷമായിരിക്കും നടപടിയിലേക്ക് മുഖ്യമന്ത്രി കടക്കുക എന്നുള്ള സൂചനകൾ കൂടി വരുന്നുണ്ട്. വീണ്ടും ക്ലിഫ് ഹൗസിൽ നിന്ന്
റാവുത്തറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ക്ലിഫ് ഹൗസിൽ തിരക്കിട്ട കൂടിയാലോചനകൾ നടക്കുന്നു. അതിനിടെ പുറത്തേക്ക് പോയത് കെ രാഗേഷാണോ എന്ന സംശയമുണ്ട്. ഏതായാലും DGP അവിടേക്ക് എത്താനിരിക്കുന്നു. ADGP MR അജിത്കുമാറിനെതിരെ എന്ത് നടപടി ഉണ്ടാകും RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ എന്നാണ് അറിയേണ്ടത്. തിരികെ എത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.